എല്ലാവർക്കും MCA01 അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നെക്സ്റ്റ് ടോപ്പിക്ക് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് ലോജിക്. A rational man does not accept any statement without empirical verification or logic. After the data or facts have been collected, processed, analyzed, we have to draw broad conclusions or generalizations. Research provides an analytical framework for the subject matter of investigation. It establishes the relationship between different variables. The cause and effect relationship between the different variables can also be identified, leading to variable observation, generalizations, and conclusions. Inductions and deductions are also possible in systematic research. ഒരു റാഷണൽ മാൻ, സാധാരണ ഒരു വ്യക്തി, അയാളുടെ മുന്നിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തരത്തിലുള്ള വെരിഫിക്കേഷനോ അല്ലെങ്കിൽ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സോ ഉണ്ടാകണം. അപ്പോൾ ആ ഡേറ്റ അനലൈസ് ചെയ്ത്, കളക്ട് ചെയ്ത്, പ്രോസസ്സ് ചെയ്ത്, അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു കൺക്ലൂഷനിലോട്ട് അല്ലെങ്കിൽ ജനറലൈസേഷനിലോട്ട് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. റിസർച്ചിലൂടെ ഒരു സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനാണ് നടക്കുന്നത്. അതിൽ ആ റിസർച്ചിൽ പലതരത്തിലുള്ള വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിൽ ഓരോന്നും തമ്മിലുള്ള കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്, ഡിഫറെൻറ്റ് വേരിയബിൾസ് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിലൂടെയാണ് ജനറലൈസേഷനിലോട്ടും കൺക്ലൂഷനിലോട്ടും എത്തിക്കുന്നത്. അപ്പോൾ ഇൻഡക്ഷൻസ് ആൻഡ് ഡിഡക്ഷൻസിലൂടെയാണ് നമ്മൾ പലതരത്തിലുള്ള ജനറലൈസേഷനിലോട്ടും കൺക്ലൂഷനിലോട്ടും എത്തിച്ചേരുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് റിസർച്ചിൽ ഇൻഡക്ഷൻസും ഡിഡക്ഷൻസും പോസിബിൾ ആണ്. Induction is the process of reasoning whereby we arrive at generalization from a particular facts. അതിൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് is a process of reasoning whereby we arrive at generalizations from a particular facts. ഒരു പർട്ടിക്കുലർ ഫാക്റ്റിൽ നിന്നും, ഇൻഡിവിജ്വൽ ഫാക്ട്സിൽ നിന്നും ജനറലൈസേഷൻസിലോട്ട് എത്തുന്ന പ്രോസസ് ഓഫ് റീസണിങ്ങിന് പറയുന്നതാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. It is the movement of knowledge from particular observation instance to a general rule or principle. അപ്പോൾ ഇൻഡക്ഷനിൽ ഒരു പർട്ടിക്കുലർ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റൻസിൽ നിന്നും ഒരു ജനറൽ റൂളിലോട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പിളിലോട്ടാണ് നോളജ് മൂവ് ചെയ്യുന്നത്. പർട്ടിക്കുലർ ഒബ്സർവേഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഫാക്ട്സിൽ നിന്നും ജനറലൈസേഷനിലോട്ടാണ് ഇൻഡക്ഷനിൽ റീസണിങ് മൂവ് ചെയ്യുന്നത്. ഇൻഡക്ഷൻ ഇൻവോൾവ്സ് പാസേജ് ഫ്രം ഒബ്സർവ് ടു അൺഒബ്സർവ്ഡ്. അപ്പോൾ ഒബ്സർവിൽ നിന്നും അൺഒബ്സർവിലോട്ടുള്ള പാസേജ് ആണ്, മൂവ്മെന്റ് ആണ്, ഫ്ലോ ആണ് ഇൻഡക്ഷനിൽ സംഭവിക്കുന്നത്. അതിൽ രണ്ട് പ്രോസസ്സാണ് വരുന്നത്, ഒബ്സർവേഷൻ ആൻഡ് ജനറലൈസേഷൻ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ, if it is observed in a number of cases that when prices increases less is purchased, therefore generalization is when prices increases demand falls. എക്സാമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കുന്നത്, നമ്മൾ ഒരുപാട് നമ്പർ ഓഫ് കേസസിൽ ഒബ്സർവ് ചെയ്തപ്പോഴത്തേക്കും പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്കും പർച്ചേസ് കുറഞ്ഞതായിട്ട് കാണാൻ സാധിച്ചു. അതിൽ നിന്നും ജനറലൈസ് ചെയ്യാൻ പറ്റുന്നത് പ്രൈസ് കൂടുമ്പോഴത്തേക്കും ഡിമാൻഡ് കുറയുന്നതായിട്ട് നമുക്ക് ജനറലൈസ് ചെയ്യാൻ സാധിക്കും. ഇൻഡക്റ്റീവ് ലോജിക് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫാക്ട്സിൽ നിന്നും ജനറലൈസേഷനിലോട്ട് എത്തുന്ന പ്രോസസ് ഓഫ് റീസണിങ്ങിനാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നതാണ് ഡിഡക്ഷൻ. ഓൺ ദി അതർ ഹാൻഡ് is a way of thinking a particular inference from a generalization. ജനറലൈസേഷനിൽ നിന്ന്, പൊതുവായിട്ടുള്ളതിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഇൻഫറൻസിലോട്ട് എത്തുന്ന വേയ്ക്ക് പറയുന്നതാണ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഡിഡക്ഷൻ ഈസ് എ മൂവ്മെന്റ് ഓഫ് നോളജ് ഫ്രം എ ജനറൽ റൂൾ ടു എ പർട്ടിക്കുലർ കേസ്. അപ്പോൾ ജനറൽ റൂളിൽ നിന്നും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഫാക്റ്റിലോട്ട്, കേസിലോട്ട് എത്തുകയാണ് നമ്മൾ ഡിഡക്ഷനിൽ ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഓൾ MCOM ഡിഗ്രി ഹോൾഡേഴ്സ് ആർ എലിജിബിൾ ഫോർ PhD ഇൻ കൊമേഴ്സ് ഈസ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ്. എല്ലാ MCOMകാരും കൊമേഴ്സിൽ PhDക്ക് യോഗ്യതരാണ് എന്നുള്ളതാണ് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ്. പ്രണീത് ഈസ് എ MCOM ഡിഗ്രി ഹോൾഡർ, therefore it can be deducted that പ്രണീത് ഈസ് എലിജിബിൾ ഫോർ PhD ഇൻ കൊമേഴ്സ്. പ്രണീത്തിന് MCOM ഡിഗ്രി ഹോൾഡർ ആണ്, അതുകൊണ്ട് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ സാധിക്കും പ്രണീത്തിന് PhDയിൽ എലിജിബിൾ ആണ്, PhD ഇൻ കൊമേഴ്സിൽ എലിജിബിൾ ആണ് എന്നുള്ള കാര്യത്തിലോട്ട് ഡിഡക്ഷനിലൂടെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. എംപിരിക്കൽ സ്റ്റഡീസ് ഹാവ് എ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഫോർ ദേ ലീഡ് ടു ഇൻഡക്ഷൻസ് ആൻഡ് ഡിഡക്ഷൻസ്.
എംപിരിക്കൽ സ്റ്റഡീസിന് ഇന്ന് വളരെ സാധ്യതകളാണ് ഉണ്ടാകുന്നത്. അതിലൂടെ എംപിരിക്കൽ സ്റ്റഡീസിലൂടെ നമുക്ക് ഇൻഡക്ഷനിലോട്ടും ഡിഡക്ഷനിലോട്ടും എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. Research enables one to develop theories and principles on the one hand and to arrive generalization on the other hand. റിസർച്ചിലൂടെ പലതരത്തിലുള്ള തിയറീസും പ്രിൻസിപ്പിളും ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ജനറലൈസേഷനിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അതിലൂടെ നമുക്ക് പലതരത്തിലുള്ള നോളജ് അക്യൂർ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ പറഞ്ഞു വന്ന 2 ടോപ്പിക്ക്, ഒന്ന് ഇൻഡക്റ്റീവ് ലോജിക്കും 2 ഡിഡക്റ്റീവ് ലോജിക്കുമാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് significance of research in business. Research is the process of systematic and in-depth study or search for a solution to a problem or answer to a question backed by the collection, compilation, presentation, analysis and interpretation of relevant details, data and information. റിസർച്ച് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് നമ്മുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയും ആ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഡേറ്റ കളക്ട് ചെയ്ത് കമ്പൈൽ ചെയ്ത് പ്രസന്റ് ചെയ്ത് അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ സൊല്യൂഷൻസ് റിസർച്ചിലൂടെ പല പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയിൽ പല വാല്യുബിൾ ആയിട്ടുള്ള ഫാക്ട്സും റിലേഷൻഷിപ്പും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ റിസർച്ചിലൂടെ കെയർഫുൾ ആയിട്ടുള്ള എൻക്വയറി അല്ലെങ്കിൽ എക്സ്പെരിമെന്റേഷൻ ആണ്, അതായത് പുതിയ കാര്യം കണ്ടുപിടിക്കുന്നതിന് നടത്തുന്ന കെയർഫുൾ ആയിട്ടുള്ള എൻക്വയറി അല്ലെങ്കിൽ എക്സ്പെരിമെന്റേഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ there cannot be any research which does not increase knowledge which may be useful to different people in different ways. അപ്പോൾ റിസർച്ചിലൂടെയാണ് പലതരത്തിലുള്ള നോളജ് ഇൻക്രീസ് ആവുന്നത്. അതുവഴി ആ നോളജിലുള്ള ഇൻക്രീസ് അത് പല ആളുകൾക്കും പല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട്. ബിസിനസ് ഓർഗനൈസേഷന് അല്ലെങ്കിൽ മാനേജേഴ്സിന് റിസർച്ച് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്, അവർക്ക് യൂസ്ഫുൾ ആവുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കുറച്ച് പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് പറയുന്നുണ്ട്, industrial and economic activities are assumed dimensions. The size of the modern organizations indicates the managerial and administrative decisions can affect vast quantities of capital and large number of people. ഇന്നത്തെ സാഹചര്യത്തിൽ ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ വലിപ്പം കൂടി വരികയാണ്. വലിയ സ്ഥാപനങ്ങളാണ്. അതിൽ ഒരു തീരുമാനം, മാനേജർ എടുക്കുന്ന ഒരു തീരുമാനം ആ ഓർഗനൈസേഷന്റെ പല കാര്യങ്ങളിലും ചേഞ്ചസ് വരുന്നുണ്ട്. ഒരുപാട് ക്യാപിറ്റൽ ഇൻഫ്ലോ വരുന്നുണ്ട്. ഒരുപാട് പേര് അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പരീക്ഷിച്ച് നോക്കിയിട്ട് അത് അപ്ലൈ ചെയ്യാം എന്നുള്ളതിലേക്ക് പോകാൻ പറ്റത്തില്ല. കാരണം അത് ഒരുപാട് കോസ്റ്റ്ലി അല്ലെങ്കിൽ ചെലവിന് കാരണമാവും, എക്സ്പെൻസ് ആവുന്നതിന് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ റിസർച്ച് ഫൈൻഡിങ്സിലൂടെ പലതരത്തിലുള്ള പ്രധാനപ്പെട്ട ഡിസിഷൻസും ബിസിനസ് സ്ഥാപനങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ചിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇൻ റിസർച്ച് ഹെൽപ്സ് ഇൻ ക്വിക്ക് ആൻഡ് ഒബ്ജക്റ്റീവ് ഡിസിഷൻസ്. റിസർച്ചിലൂടെ പെട്ടെന്നുള്ള ശരിയായിട്ടുള്ള തീരുമാനം എടുക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത് പറയുന്നുണ്ട്, റിസർച്ച് ബീയിങ് എ ഫാക്ട് ഫൈൻഡിങ് പ്രോസസ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസസ് ബിസിനസ് ഡിസിഷൻസ്. റിസർച്ച് എന്ന് പറയുന്ന ഫാക്ട് ഫൈൻഡിങ് പ്രോസസ്സ്, അതായത് പല കാര്യങ്ങളും കണ്ടെത്തുന്ന, പല ഫാക്ട്സും പല പോയിന്റ്സും കണ്ടെത്തുന്ന ഒരു പ്രോസസ്സിലൂടെ ബിസിനസ്സിലെ പല തീരുമാനങ്ങളും നമുക്ക് കറക്റ്റായിട്ട് എടുക്കാനും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല കാര്യങ്ങൾ കണ്ടെത്താനും സാധിക്കുമെന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയുന്നത്. മൂന്നാമത് പറയുന്നുണ്ട്, എ കൺസിഡറബിൾ നമ്പർ ഓഫ് ബിസിനസ് പ്രോബ്ലംസ് ആർ നൗ ഗിവൺ ക്വാണ്ടിറ്റേറ്റീവ് ട്രീറ്റ്മെന്റ് വിത്ത് സം ഡിഗ്രി ഓഫ് സക്സസ് വിത്ത് ഹെൽപ്പ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച്. ബിസിനസ്സിലുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താൻ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ട്രീറ്റ്മെന്റിലൂടെ ഓപ്പറേഷൻ റിസർച്ചിന്റെ സഹായത്തോടു കൂടി സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ട് സക്സസ് ചെയ്യാൻ ഇന്നത്തെ സാഹചര്യത്തിൽ റിസർച്ച് കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മൂന്നാമത് പറയുന്നത്. നാലാമത് പറയുന്നുണ്ട്, റിസർച്ച് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് എ ന്യൂ പ്രോജക്റ്റ് ഫീസിബിലിറ്റി ആൻഡ് പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ. റിസർച്ചിലൂടെ പുതിയ പ്രോജക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനും ആ പ്രോജക്റ്റ് എത്രത്തോളം ഫീസിബിൾ ആണ്, എത്രത്തോളം നല്ലതാണ്, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതോടൊപ്പം തന്നെ പ്രോജക്റ്റിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലും റിസർച്ച് പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. അഞ്ചാമത് പറയുന്നുണ്ട്, റിസർച്ച് ഹെൽപ്സ് ദ മാനേജ്മെന്റ് ടു ഡിസ്ചാർജ് ഇറ്റ്സ് മാനേജറിയൽ ഫങ്ഷൻസ് ഓഫ് പ്ലാനിംഗ്, ഫോർകാസ്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, മോട്ടിവേറ്റിംഗ്, കൺട്രോളിംഗ് ആൻഡ് ഇവാലുവേഷൻ എഫക്റ്റീവ്ലി. റിസർച്ചിലൂടെ മാനേജ്മെന്റിന് അവരുടെ ഫങ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഫോർകാസ്റ്റിംഗ് പോലെയുള്ള ഫങ്ഷൻസ് എഫക്റ്റീവായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നുണ്ട്. ആറാമത് പറയുന്നുണ്ട്, റിസർച്ച് ഫെസിലിറ്റേറ്റ്സ് ദ പ്രോസസ് ഓഫ് തിങ്കിങ്
അനലൈസിങ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഓഫ് ദ ബിസിനസ് എൻവിയോൺമെന്റ്. റിസർച്ചിലൂടെ ബിസിനസിന്റെ എൻവിയോൺമെന്റിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ഇവാലുവേറ്റ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും സാധിക്കുകയും ബിസിനസിന് മുന്നിലുള്ള പല ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്തി ശരിയായ രീതിയിലുള്ള ബിസിനസ് പോളിസി അല്ലെങ്കിൽ സ്ട്രാറ്റജി ബിസിനസ് സ്ഥാപനത്തിന് എടുക്കാൻ സാധിക്കുന്നതാണ്. ഏഴാമത് പറയുന്നുണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഹെൽപ്സ് ഡിസ്കവറി ആൻഡ് ഇൻവെൻഷൻ. Developing a new products or modifying the existing products, discovering new users, new market is a continuous process in business. റിസർച്ചിലൂടെ പുതിയ ഡിസ്കവറി നടത്താനും ഇൻവെൻഷൻ, പുതിയ കണ്ടുപിടുത്തം നടത്താനും സാധിക്കുന്നതാണ്. അപ്പോൾ പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് വഴി, പുതിയ യൂസേഴ്സ് കണ്ടെത്തുന്നത് വഴി, പുതിയ മാർക്കറ്റിലോട്ട് എത്തുക എന്നുള്ളത് ബിസിനസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലൂടെ നമുക്ക് പുതിയ ഡിസ്കവറി ഇൻവെൻഷൻസിൽ എത്താൻ സാധിക്കുന്നതാണ്. എട്ടാമത് പറയുന്നുണ്ട്, the role of research in functional areas like production, finance, human resource management, marketing need not be overemphasized. റിസർച്ചിന്റെ പല മേഖലകളിൽ, പല ഫങ്ഷണൽ ഏരിയാസിൽ, പ്രൊഡക്ഷൻ, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ് പോലെയുള്ള, മാർക്കറ്റിംഗ് പോലെയുള്ള പല മേഖലകളിൽ, പല ഫങ്ഷണൽ ഏരിയാസിൽ റിസർച്ച് പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. പല വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും പല ഫങ്ഷണൽ ഏരിയാസിൽ പല തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടും റിസർച്ചിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. റിസർച്ച് എന്ന് പറയുന്നത് ബിസിനസ് സ്ഥാപനങ്ങൾക്ക്, ഓർഗനൈസേഷൻസിന് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. റിസർച്ചിലൂടെ ബിസിനസ്സിലെ പല പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ബിസിനസ്സിലെ തീരുമാനങ്ങൾ കറക്റ്റായിട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്, ബിസിനസ്സിന്റെ പുതിയ പ്രോജക്റ്റുകൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്, മാനേജീരിയൽ ഫങ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ബിസിനസിന്റെ എൻവിയോൺമെന്റിനെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ബിസിനസ് പോളിസി ഫ്രെയിം ചെയ്യാനും സാധിക്കുന്നുണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് സഹായിക്കുന്നുണ്ട്, ഫങ്ഷണൽ ഏരിയാസിൽ പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും റിസർച്ച് ബിസിനസിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് റിസർച്ചിൽ പറഞ്ഞിരിക്കുന്നത്.